ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഹൈ സ്പീഡ് സ്പിന്നറിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ വീട്ടിലിട്ട് സാധനങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ അമർത്തിയൊക്കെ കിട്ടുക. അമർത്തുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നേരങ്ങളില്ല, അപ്പോൾ നേരെ വീഡിയോ കിട്ടുമല്ല വാ. അപ്പോൾ നമ്മളെ സ്പിന്നർ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ രണ്ട് മൂടികൾ വേണ്ട. അപ്പം നമ്മൾ ഏത് ഇഷ്ടമുള്ള കുപ്പിയുടെ രണ്ട് മൂടികൾ എടുത്താൽ മതി. ഒരേപോലത്തെ ആ മൂടിയുടെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊന്ന് ഹോളാക്കി എടുക്കണം. ഞാൻ അവിടെ കത്തിങ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഹോളാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് മൂടിയില്ലേ അതുപോലെ ഹോളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഹോളാക്കി എടുത്താൽ നോക്കിയാൽ ഇതുപോലെ ഇട്ട് കിട്ടും നോക്കി കണ്ട. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ആണിങ് എടുക്കണം കേട്ടോ. ആണി നമ്മൾ ഹോളാക്കി എടുത്ത ആ കുപ്പിയുടെ മൂടിയില്ല അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അങ്ങ് കടത്തിങ് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് മൂടി ഇതേപോലെ കടത്തിങ് ശേഷം രണ്ടാമത്തെ മൂടി നോക്കി ഇതേപോലെ മറച്ച് വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഇതേപോലെ ഒന്ന് കടത്തിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെൻസിൽ നോക്കിയാൽ നല്ല ടൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്ര ടൈറ്റിൽ കെട്ടിയാൽ അത്ര നല്ലത് കേട്ടോ. അപ്പോൾ നല്ല മതി ടൈറ്റ് ചെയ്തിട്ട് അതുപോലെ അമർത്തിങ് വെച്ചും കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റിലെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ലൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പശട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് ജോയിൻറ്റ് വരണോട് ഇതേപോലെ ഫെവിക്വിക്ക് വെച്ചിട്ട് നല്ല ചുറ്റ് ഇതേപോലെ നല്ല മധുരം ഒന്ന് ഒട്ടിച്ചും കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വിട്ടു പോകാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് ആ നേരത്തെ ഫെവിക്വിക്ക് വെച്ച ഭാഗമില്ലേ ആ ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചിറ്റെങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നോക്കി ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ചിറ്റിയിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കിയ ഇത് ഫുള്ളായിട്ട് റൗണ്ടായി ഒട്ടിച്ചെടുത്ത് നോക്കി ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളുടെ ഹൈ സ്പീഡ് സ്പിന്നർ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലെ നമ്മളെ സ്പിന്നറിൻ്റെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഒരു സ്പിന്നർ കേട്ടോ. അത് ഹൈ സ്പീഡാണ്, നല്ല സ്പീഡിൽ കറങ്ങും. അപ്പോൾ രണ്ട് പഴയ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആണും കൂടി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ കറക്കുന്നത് കണ്ട. അപ്പോൾ കറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നേരെ ആയിരിക്കട്ടല്ല. ഇതിനായിട്ട് ഞാൻ പഴയൊരു പാനയുടെ ആ ഒരു കൂടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ഹോളുള്ള എന്തെങ്കിലും എടുത്താലും മതി, പൈപ്പ് അങ്ങനത്തെ എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു നൂല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നൈലോൻ്റെ നൂല് എടുത്തുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂല് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് കറക്കണം അറിയണ്ട. അപ്പോൾ നമ്മൾ നൈലോൻ്റെ നൂല് ഇതേപോലെ അങ്ങ് വെച്ചിട്ട് നമ്മൾ ആണിയും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ പരമാവധി നല്ല രീതിയിൽ കുറച്ച് കട്ടിയിൽ നമ്മൾ ഒന്ന് ചിറ്റങ്ങ് എടുക്കണം. അപ്പോൾ മനസ്സിലായി നമുക്ക് എന്തെങ്കിലും എത്രത്തോളം ചിറ്റങ്ങ് എടുത്തിട്ടാ. എന്നിട്ട് നമ്മൾ ആ നേരത്തെ എടുത്ത പേനയുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് ഈ ആണി ഇതേപോലെ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ ആ നൂലങ്ങ് വലിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മൾ സ്പിന്നർ നോക്കി കിടലിനായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ മനസ്സിലായി നമ്മളിത് പവറിൽ വലിച്ചു നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇറങ്ങുന്ന നോക്കിട്ടാ. ഓക്കെ മനസ്സിലായി ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിലാണ് നമ്മൾ ആ ഒരു സ്പിന്നർ ഇതൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. നോക്കി എന്ത് രസത്തിലൊക്കെ ഇറങ്ങുന്ന നോക്കി. അപ്പോൾ മനസ്സിലായി കിടലിനൊരു ഐറ്റം തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതെങ്ങനെ നമ്മളുടെ ആ ഒരു സ്പിന്നർ അടിപൊളി സ്പിന്നറല്ലേ, നല്ല പവറിൽ കറങ്ങുന്നുണ്ട്. കാരണം നല്ല ഹൈ സ്പീഡിലാണ് സംഭവം കറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കിട്ടുള്ള ഒരു സ്പിന്നർ നമ്മൾ തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടല്ലേ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ കിട്ടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.